നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ് ബെസ്റ്റ് ആക്ടറിനെ തിരഞ്ഞെടുപ്പും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ. ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ്, അതിൻ്റെ വിവാദങ്ങളും. ഇതിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ശരിയായിട്ടും പറഞ്ഞാൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പോലെ മറ്റൊരു ആക്ടറെ സഹനടനായിട്ടോ സഹനടിയോ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സത്യം പറഞ്ഞാൽ നടൻ എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ. നടൻ അല്ലെങ്കിൽ നടി, അല്ലാതെ സഹനടനും സഹനടിയും ഒന്നും ശരിയായിട്ടും ഒരു രീതിയിലും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒന്നല്ല. നമുക്കറിയാമല്ലോ, സുപ്രസിദ്ധ നമ്മുടെ ആക്ടറിനായിട്ടുള്ള സ്റ്റാനിസ്ലാവ്സ്കി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദർ ആർ നോ സ്മോൾ ക്യാരക്ടേഴ്സ് ബട്ട് ഓൺലി സ്മോൾ ആക്ടേഴ്സ് ആർ ദർ. അപ്പം ചെറിയ റോള്, വലിയ റോള്, അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഒരു നടനെ തിരഞ്ഞെടുക്കുക, ഒരു നടിയെ തിരഞ്ഞെടുക്കുക, സഹനടനാക്കുന്നത് എങ്ങനെ, സഹനടിയാക്കുന്നത് എങ്ങനെ? അത് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. നടനെ ആവാം, നടിയെ ആവാം, പക്ഷേ ഒരിക്കലും അത് സഹനടൻ അല്ലെങ്കിൽ സഹനടി, സ്വഭാവ നടി, സ്വഭാവ നടൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറീസിന് ഒരർത്ഥവുമില്ല. ആക്ടർ എന്ന് പറയുന്നതും ആക്ട്രസ് എന്നും പറയുന്ന രണ്ട് കാറ്റഗറി അല്ലാതെ അതിൽ ചെറിയ നടനില്ല, വലിയ നടനില്ല, വലിയ ക്യാരക്ടറില്ല, ചെറിയ ക്യാരക്ടർ. എന്തുകൊണ്ടാണ് ചെറിയ ക്യാരക്ടറില്ല എന്ന് സ്റ്റാനിസ്ലാവ്സ്കി പറയുന്നത്? എല്ലാ ക്യാരക്ടേഴ്സിനും അത് ഒരു ഫുൾ ജീവിതത്തിൻ്റെ ഒരു കഥയിൽ അവർ കുറച്ച് സീനിലോ കുറച്ച് സമയത്തെ വന്നു പെട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അവരുടെ ആ ക്യാരക്ടർ ചെറുതാവുന്നില്ല. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള എല്ലാ ലെവൽസും ഉണ്ട്. എല്ലാ ചെറിയ ക്യാരക്ടറിനുണ്ട്, വലിയ ക്യാരക്ടറിനുണ്ട്. അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് ഇവർ ഇതിനെ സഹനടൻ, സഹനടി, സ്വഭാവ നടൻ, സ്വഭാവ നടി എന്നൊക്കെ ആക്കി മാറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രണ്ട് കാറ്റഗറി മാത്രമേ സിനിമയിലായാലും നടത്തിയായാലും ഉള്ളൂ: ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്.